നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. KFDCയുടെ ഇക്കോ ടൂറിസം പദ്ധതി 1 വർഷത്തിനുള്ളിൽ വിപുലീകരിക്കുമെന്ന് ലതിക സുഭാഷ്. പുതിയ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ വനം വകുപ്പിൽ നിന്നും ഏറ്റെടുക്കും. 1 വർഷം നീളുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ. കോട്ടയം ജില്ലയിൽ വാഹനാപകടങ്ങളിൽ 2 മരണം. പൈക പച്ചാത്തോട്ടിൽ ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. കഞ്ഞിക്കുഴിയിൽ അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. വ്യാപാരികളുടെ പ്രതിഷേധ കൺവെൻഷനിൽ വ്യാപാരികളുടെ വാക്കേറ്റം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റിനെതിരെ അഴിമതി ആരോപണവുമായി മറ്റ് വ്യാപാരികൾ. ജില്ലാതല കൗൺസിൽ വിളിക്കുകയോ റിപ്പോർട്ടും കണക്കുകളും അവതരിപ്പിക്കുകയോ ചെയ്യുന്നില്ലെന്ന് കുറ്റപ്പെടുത്തൽ. വാർത്തകൾ വിശദമായി. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സുവർണ ജൂബിലി ആഘോഷ നിറവിൽ. KFDCയുടെ ഇക്കോ ടൂറിസം പദ്ധതികൾ 1 വർഷത്തിനുള്ളിൽ വിപുലീകരിക്കുമെന്നും പുതിയ പദ്ധതികൾ ആരംഭിക്കുമെന്നും ചെയർപേഴ്സൺ ലതിക സുഭാഷ് പറഞ്ഞു. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 2025 ജനുവരി 24 മുതൽ 2026 ജനുവരി 23 വരെ നീളുന്ന പരിപാടികളിൽ 6 ഡിവിഷനുകളിലായി പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ചെയർപേഴ്സൺ ലതിക സുഭാഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗവി, വാഗമൺ, മീശപ്പുലിമല, മൂന്നാർ, മാനന്തവാടി, അരിപ്പ, കല്ലാർ, നെല്ലിയാമ്പതി എന്നിവിടങ്ങളിലാണ് KFDCയുടെ ഇക്കോ ടൂറിസം പദ്ധതികളുള്ളത്. 1 വർഷത്തിനുള്ളിൽ നിലവിലുള്ള പ്രോജക്റ്റുകൾ വിപുലീകരിക്കാനും പുതിയ പദ്ധതികൾ വിപുലീകരിക്കാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. പുതിയ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ വനം വകുപ്പിൽ നിന്നും ഏറ്റെടുത്ത് നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. വാഗമണ്ണിലെ ഓർക്കിഡേറി ഉന്നത നിലവാരത്തിൽ എല്ലാ പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമാകും വിധം നവീകരിക്കുന്നതിനുള്ള പ്ലാൻ തയ്യാറാക്കി വരുന്നതായും ലതിക സുഭാഷ് പറഞ്ഞു. വാഗമണ്ണിൽ കോട്ടയം ഇടുക്കി ജില്ലകളുടെ ബോർഡറാണ്. വാഗമണ്ണിൽ നമുക്ക് 15 ഹെക്ടേഴ്സ് KFDC ഓർക്കിഡേറിയം എന്ന പേരിൽ നടത്തുന്ന ഓർക്കിഡേറിയത്തിൻ്റെ ആ പരിപാടികളും പദ്ധതികളും അതിവിപുലമാക്കുവാനും പുതിയ പ്രോജക്റ്റുകൾ അവിടെ തുടങ്ങാനുമായിട്ടുള്ള തുടക്കം കുറിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മുതൽ അവിടെ നമ്മൾ പുഷ്പ സസ്യ പ്രദർശനവും വിപണനവും വിൽപ്പനയും നടത്തിവരുന്ന വൻ വിജയമായിരുന്നു. ജനുവരി 24 രാവിലെ 10:30 കോട്ടയം കാരാപ്പുഴയിലുള്ള KFDCയുടെ മുഖ്യ കാര്യാലയത്തിൽ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം വനം വന്യജീവി വകുപ്പ് മന്ത്രി MK ശശീന്ദ്രൻ നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ KFDC മാനേജിംഗ് ഡയറക്ടർ ജോർജി P, മാത്തച്ചൻ IFS, ഡയറക്ടർമാരായ KS ജ്യോതി, ഗോപിനാഥൻ PR, അൽമ MS, കമ്പനി സെക്രട്ടറി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൈക പച്ചാത്തോട്ടിൽ ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. പാലാ കണ്ണാടിയുറുമ്പ് സ്വദേശി കടവുപുഴയിൽ ഉണ്ണി എന്ന് വിളിക്കുന്ന രൂപക് വിനോദാണ് മരിച്ചത്. സംസ്കാരം നടത്തി. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. അപകടത്തിൽ ബൈക്ക് നിശേഷം തകർന്നു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഞ്ഞിക്കുഴിയിൽ അമിത വേഗതയിലെത്തിയ കാർ സ്കൂട്ടറിലിടിച്ച് യുവതി മരിച്ചു. വടവാതൂർ തകടിയേൽ എക്സിബ മേരി ജെയിംസ് ആണ് മരിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. മലപ്പുറത്ത് നഴ്സിംഗ് ട്യൂട്ടറായി ജോലി ചെയ്യുന്ന എക്സിബ അവധി കഴിഞ്ഞ് ജോലിസ്ഥലത്തേക്ക് തിരികെ പോകുകയായിരുന്നു. അച്ഛനൊപ്പം KSRT സ്റ്റാൻഡിലേക്ക് പോകുന്ന സമയം ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിൽ പിന്നിൽ നിന്ന് എത്തിയ കാർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ എക്സിബ മരിച്ചു. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് വടവാതൂർ ചിദംബരം സെമിത്തേരിയിൽ. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ വ്യാപാര ഭവൻ ഹാളിൽ നടന്ന പ്രതിഷേധ സമര കൺവെൻഷനിൽ വ്യാപാരികളുടെ പ്രതിഷേധം. ജില്ലാതല കൗൺസിൽ വിളിക്കുകയോ റിപ്പോർട്ടും കണക്കുകളും അവതരിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് വ്യാപാരികൾ കുറ്റപ്പെടുത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടയം ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്ത്. വിവിധ ആവശ്യങ്ങളുമായി ഫെബ്രുവരി 18 നടക്കുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം ജില്ലാ വ്യാപാര ഭവൻ ഹാളിൽ നടന്ന പ്രതിഷേധ സമര കൺവെൻഷനിലാണ് ജില്ലാ പ്രസിഡന്റിനും ഭരണസമിതിക്കുമെതിരെ വ്യാപാരികൾ ഒച്ചയുയർത്തിയത്. സംസ്ഥാന
പ്രസിഡന്റ് രാജു അപ്സരയുടെയും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിലിന്റെയും സാന്നിധ്യത്തിലാണ് വ്യാപാരികൾ പ്രതിഷേധിച്ചത്. 2018 ജനുവരി 1 ആരംഭിച്ച 2000 രൂപ പദ്ധതി 2022 ഓഗസ്റ്റ് 31 അവസാനിച്ചെങ്കിലും പദ്ധതിയുടെ യഥാർത്ഥ കണക്കോ ലാഭമോ ഒരു വേദിയിലും അവതരിപ്പിച്ചിട്ടില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. പ്രളയ സഹായം വിതരണം ചെയ്യുന്നതിനായി 10,93,000 രൂപ പദ്ധതിയിൽ നിന്നും വകമാറ്റി ചെലവഴിച്ചെങ്കിലും വിശദീകരണം നൽകിയില്ലെന്നും ആക്ഷേപം ഉയർന്നു. രണ്ടാം പദ്ധതിയിലും മൂന്നാം പദ്ധതിയിലും ക്രമക്കേടുകൾ നടന്നതായും വ്യാപാരികൾ ആരോപിക്കുന്നു. പുതിയതായി രൂപീകരിച്ച കോട്ടയം ഡിസ്ട്രിക്ട് ട്രേഡേഴ്സ് വെൽഫെയർ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ പണം നിക്ഷേപിക്കുവാൻ താല്പര്യമില്ലാത്തവരുടെ പണം മടക്കി കൊടുക്കാനുള്ള ഏർപ്പാട് ബഹുമാനപ്പെട്ട സംസ്ഥാന കമ്മിറ്റി ചെയ്യണം എന്നാവശ്യപ്പെടുന്നു. പദ്ധതിയിൽ ചേർന്ന് കഴിഞ്ഞ് മരണമടഞ്ഞവരുടെ ചികിത്സാ സഹായത്തിനായി അപേക്ഷ നൽകിയിരിക്കുന്നവരുടെയും അപേക്ഷകളിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണം. ജില്ലാ ട്രഷറർ മുജീബ് റഹ്മാന്റെ മരണത്തെ തുടർന്ന് പുതിയ ജില്ലാ ട്രഷററെ തെരഞ്ഞെടുത്തു. ആർക്കെങ്കിലും അറിയാവോ? ഇതുവരെ ഒരറിയിപ്പും ഞങ്ങളുടെ യൂണിറ്റിൽ കിട്ടിയിട്ടില്ല. ഇനി വേറെ ഏതെങ്കിലും യൂണിറ്റുകൾ കിട്ടിയോ ഇല്ലയോ എന്നറിയത്തില്ല. അതാണ് പുതിയ ആളെ തെരഞ്ഞെടുത്തെങ്കിൽ ബഹുമാനപ്പെട്ട തോമസ് കുട്ടി തെരഞ്ഞെടുത്തായി ഞങ്ങൾ കാണുന്നു. ആ ആള് ആരാണെന്നും ആ ആള് എവിടാണെന്നും ആ ആളെ ഒന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത ഒരു യൂണിറ്റ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ വളരെ വിനീതനാണ്. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തെങ്കിലും കണക്ക് അവതരിപ്പിക്കാനും ജില്ലാ കൗൺസിൽ ചേരാനും തയ്യാറാകുന്നില്ലെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തി. അതേസമയം സംസ്ഥാനമൊട്ടാകെ രൂപം കൊടുത്തിരിക്കുന്ന സൊസൈറ്റികൾ ഓരോ ജില്ലയുടെയും കീഴിൽ വരുന്നതാണെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് ബന്ധമില്ലെന്നും സംസ്ഥാന ഭാരവാഹികൾ അറിയിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വേറെ, സൊസൈറ്റി വേറെ. 14 ജില്ലകൾക്ക് സൊസൈറ്റി ഉണ്ട്. ആ 14 ജില്ലകളുടെ സൊസൈറ്റിയുടെ ഭരണം വ്യത്യസ്തമാണ്. നമ്മുടെ ഭരണഘടനയുടെ കീഴിലോ വരുന്നതല്ല, നമ്മുടെ ആൾക്കാർ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഏകോപന സമിതിയുമായി ഒരു സൊസൈറ്റി കേരളത്തിൽ 110ഓളം സൊസൈറ്റികൾ നടത്തുന്നുണ്ട്. ഏകോപന സമിതിയുടേതായ ഒരു സൊസൈറ്റി സംസ്ഥാന കമ്മിറ്റിയുമായോ ജില്ലാ കാശ് പോയി ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിഭിന്നശേഷി കലാമേള നടത്തി. കുട്ടികളുടെ പ്രകടനം കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ചു. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി വിഭിന്നശേഷി കലാമേള നടത്തി. വിസ്മയം 2025 എന്ന പേരിലാണ് കലാമേള നടന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യവുമായാണ് കലാമേള നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമിച്ചൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകതരം കഴിവുകളുള്ള, സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി വിഭിന്നങ്ങളായ ശേഷികളോടുകൂടിയ നമ്മുടെ കുഞ്ഞുങ്ങള്, നമ്മുടെ സഹോദരി സഹോദരന്മാര് ഇന്ന് അവരുടെ ഒരു ദിവസമായി ഇവിടെ ആഘോഷിക്കുകയാണ്. അതിൽ പങ്കുചേരുവാനും അതിന്റെ ഭാഗമാക്കാകുവാനുമാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം നിബു ജോൺ, അനിൽ എം ചാണ്ടി, റേച്ചൽ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ചന്ദ്രൻ അധ്യക്ഷയായി. ഡാൻസ്, ചിത്രരചന, മിമിക്രി തുടങ്ങിയ ഇനങ്ങളിൽ കുട്ടികൾ മിന്നും പ്രകടനം കാഴ്ചവെച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മണർകാട് മർത്തമറിയം കത്തീഡ്രലിന്റെ മാങ്ങാനം ചാപ്പലിൽ ആദ്യഫല പെരുന്നാളിന് തുടക്കമായി. കൊടിമര ഘോഷയാത്രയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. ആഗോള മരിയൻ കേന്ദ്രമായ കോട്ടയം മണർകാട് മാർത്താമറിയം കത്തീഡ്രലിന്റെ മാങ്ങാനം ചാപ്പലിലെ ആദ്യഫല പെരുന്നാളിന് വിശ്വാസനിർഭരമായ തുടക്കം. പെരുന്നാളില് തുടക്കം കുറിച്ച് കൊടിമര ഘോഷയാത്ര നടന്നു. ചീറക്കുഴിയിൽ റെജി ചെറിയാന്റെ പാമ്പാടിയിലുള്ള വീട്ടിൽ നിന്നുമാണ് കൊടിമര ഘോഷയാത്ര ആരംഭിച്ചത്. തുടർന്ന് വിവിധ ദേവാലയങ്ങളുടെ സ്വീകരണത്തിനു ശേഷം കൊടിമര ഘോഷയാത്ര ചാപ്പലിലെത്തി. നിരവധി വാഹനങ്ങളും ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി. മണർകാട് കത്തീഡ്രൽ ട്രസ്റ്റിമാരായ സുരേഷ് കെ എബ്രഹാം കണിയാൻപറമ്പിൽ, ബെന്നി ടി ചെറിയാൻ താഴത്തടത്ത്, ജോർജ് സക്കറിയ ചെമ്പോല, പി എ ചെറിയാൻ പുത്തൻപുരയ്ക്കൽ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ മണർകാട് കവലയിൽ നടന്ന ചടങ്ങിൽ കൊടിമര ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി. തുടർന്ന്
മാങ്ങാനം ചാപ്പലിൽ എത്തിച്ചേർന്ന കൊടിമരം വികാരി ഫാദർ ലിറ്റോ തണ്ടാശ്ശേരി ഉയർത്തി. മണർകാട് കത്തീഡ്രൽ കമ്മിറ്റി മെമ്പർ ഷാജു കുരുവിള, പെരുന്നാൾ ജനറൽ കൺവീനർ വിജയപുരം ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ബിനു മറ്റത്തിൽ, CK കുരുവിള ചേരാങ്കുഴി, സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ AK കുര്യൻ മറ്റത്തിൽ, MT മത്തായി മറ്റത്തിൽ, മണർകാട് സെന്റ് മേരീസ് CBSE സ്കൂൾ സെക്രട്ടറി ബിജു കുര്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനുവരി 18, 19 തീയതികളിലാണ് പെരുന്നാൾ. 18 രാവിലെ വിശുദ്ധ കുർബാന അർപ്പിക്കും. വൈകിട്ട് 7 റാസ നടക്കും. ഞായറാഴ്ച നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ജ്ഞാനായ അതിഭദ്രാസനം കല്ലിശ്ശേരി മേഖലാ മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് കാർമ്മികത്വം വഹിക്കും. ധൂപപ്രാർത്ഥന, നേർച്ച വിളമ്പ്, ആദ്യഫലലേലം എന്നിവയെ തുടർന്ന് പെരുന്നാളിന് കൊടിയിറങ്ങും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം മർച്ചന്റ്സ് അസോസിയേഷൻ ജനകീയ രക്തദാന സേനയുടെയും മേരി ക്യൂൻസ് ആശുപത്രിയുടെയും സഹകരണത്തോടെ സൗജന്യ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ് നടത്തുന്നു. വ്യാഴാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ പൊൻകുന്നം വ്യാപാര ഭവനിലാണ് ക്യാമ്പ് നടക്കുന്നതെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ പൊൻകുന്നം യൂണിറ്റ് പ്രസിഡന്റ് ടോമി ഡൊമിനിക് പറഞ്ഞു. സ്നേഹിതരെ, പൊൻകുന്നം മർച്ചന്റ് അസോസിയേഷൻ കാഞ്ഞിരപ്പള്ളി മേരി ക്യൂൻസ് ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് ഈ വ്യാഴാഴ്ച 16-ാം തീയതി പൊൻകുന്നം വ്യാപാര ഭവനിൽ വെച്ച് സൗജന്യ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ് നടത്തുകയാണ്. പ്രസ്തുത ക്യാമ്പിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഗ്രൂപ്പ് നിർണയത്തിനോടൊപ്പം ഗ്രൂപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് ആശുപത്രി അധികാരികളിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഈ ഗ്രൂപ്പിലേക്ക്, ഈ പരിപാടിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം ഉണ്ടാകുമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. കാഞ്ഞിരപ്പള്ളി സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിന്റെ 39ാമത് വാർഷികാഘോഷവും റൂബി ജൂബിലി ഉദ്ഘാടനവും ശനിയാഴ്ച നടക്കും. രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേരുന്ന സമ്മേളനം ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ആന്റണി MP മുഖ്യപ്രഭാഷണം നടത്തും. ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രീ പ്രൈമറി അധ്യാപിക ആഞ്ചലിൻ അൽമേഡയെ ആദരിക്കും. 3 ദിവസങ്ങളിലായാണ് വാർഷികാഘോഷ പരിപാടികൾ നടക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞിരപ്പള്ളി ആനക്കല്ല് സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിൻ്റെ 39ാമത് വാർഷികാഘോഷവും റൂബി ജൂബിലി ഉദ്ഘാടനവും 18-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. മാനേജർ റവറൻ ഡോക്ടർ ജോൺ പനച്ചിക്കലിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ ശ്രീ ആന്റണി MP മുഖ്യപ്രഭാഷണവും സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA ആശംസയും അർപ്പിക്കും. തെക്കേത്ത് കവല താന്നുവേലിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മകരസംക്രമ പൂജ നടന്നു. നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തി. പാലാ ഭരണങ്ങാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തുടക്കമായി. ബുധനാഴ്ച വൈകിട്ട് ഭരണങ്ങാനം കരയിലേക്ക് ഊരുവലത്തെഴുന്നള്ളത്ത് നടക്കും. പാലാ ഭരണങ്ങാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തുടക്കമായി. 2ാം ഉത്സവ ദിനമായ ബുധനാഴ്ച വൈകുന്നേരം 4:30 ഭരണങ്ങാനം കരയിലേക്ക് ഊരുവലത്ത് എഴുന്നള്ളത്ത് നടക്കും. 18-ാം തീയതി ക്ഷേത്രപ്രവേശന കവാടത്തിൽ നിർമ്മിച്ച അലങ്കാര ഗോപുരത്തിന്റെ സമർപ്പണം നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിക്കും. ജനുവരി 20 തിങ്കളാഴ്ച രാത്രി 9-ന് വലിയ വിളക്കാണ്. 21-ാം തീയതി തിരുവാറാട്ടും കൊടിയിറക്കും നടക്കും. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ നഗരത്തിൽ പലയിടത്തും ഓടയുടെ മുകളിലെ ഇരുമ്പ് ഗ്രില്ലുകൾ തകർന്ന് കാൽനട യാത്രക്കാരെയും വാഹനയാത്രക്കാരെയും ദുരിതത്തിലാക്കുന്നു. സ്കൂൾ കുട്ടികൾ അടക്കം 100 കണക്കിന് ആളുകളാണ് ദിവസേന ഇതുവഴി നടന്നുപോകുന്നത്. പാലാ നഗരത്തിൽ KSRTC ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് നിന്നും മാർത്തോമ ചർച്ച് റോഡിലേക്ക് കടക്കുന്ന ഭാഗത്തുള്ള ഓടയുടെ മുകളിലെ ഇരുമ്പ് ഗ്രില്ലുകളാണ് തകർന്നത്. ഗ്രില്ലുകൾ മുഴുവൻ തുരുമ്പെടുത്തു. തുരുമ്പ് പൈപ്പുകൾ തകർന്നു പോയതോടെ വലിയ വിടവുകൾ ഉണ്ടായി. ഇത് കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാണ്. സമീപത്തെ സ്കൂളിലേക്ക് നിരവധി കുട്ടികളും വാഹനങ്ങളും ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. പല പൈപ്പുകളും ദ്രവിച്ച് ഓടയിൽ വീണുപോയി. പൈപ്പുകളുടെ ദ്രവിച്ച ഭാഗങ്ങൾ ഉയർന്നു നിൽക്കുന്നതിന് മുകളിലൂടെ വാഹനങ്ങൾ കയറുമ്പോൾ ടയറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് റിവർവ്യൂ റോഡിൽ തകർന്നു കിടന്ന ഗ്രില്ലുകൾക്കിടയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയുടെ കാൽ കുരുങ്ങി പരിക്കേറ്റിരുന്നു. ഈ ഭാഗത്തെ ഇരുമ്പ് ഗ്രില്ലുകൾ മാറ്റി പുതിയവ സ്ഥാപിച്ച് അപകടം ഒഴിവാക്കാൻ നഗരസഭാധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് പാലാ പൗരാവകാശ സമിതി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്. MG സർവകലാശാലയിലെ സെന്റർ ഫോർ ഡിസ്റ്റന്റ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷനിൽ ഓൺലൈൻ MBA പ്രോഗ്രാമിന്റെ കോഴ്സ് കോർഡിനേറ്റർ തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിലെ ഒരൊഴിവിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 55% മാർക്കോടെ MBAയും UGC നെറ്റ് അല്ലെങ്കിൽ PhDയും ഉള്ളവരെയും പരിഗണിക്കുന്നത്. പ്രായപരിധി 50 വയസ്സ്. റിക്രൂട്ട്മെന്റ് ada7@mgu.ac.in എന്ന ഇമെയിൽ വിലാസത്തിൽ അപേക്ഷിക്കണം. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ.
തലനാട് ഗ്രാമപഞ്ചായത്തിൽ ഔദ്യോഗിക വാഹനം ഓടിക്കുന്നതിനും അവശ്യ സമയങ്ങളിൽ ഹരിതകർമ്മസേനാ വാഹനത്തിനും ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് ഡ്രൈവറെ ആവശ്യമുണ്ട്. പ്രായപരിധി 18-നും 41-നും ഇടയിൽ. യോഗ്യത 7ാം ക്ലാസ്, LMV ഡ്രൈവിംഗ് ലൈസൻസ്, 3 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവ വേണം. തലനാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന. ജനുവരി 22 വൈകിട്ട് 5 മണി വരെ അപേക്ഷ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തലനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടുക. പള്ളിക്കത്തോട് ഗവൺമെന്റ് ITIയിൽ ഇലക്ട്രീഷ്യൻ, മെക്കാനിക്, ഓട്ടോ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നീ ട്രേഡുകളിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറുടെ ഓരോ ഒഴിവിലേക്ക് ജനുവരി 17-ന് രാവിലെ 10:30-ന് കൂടിക്കാഴ്ച നടത്തും. ഗിഴവ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന. ഈ വിഭാഗത്തിൽപ്പെട്ടവരുടെ അഭാവത്തിൽ ജനറൽ വിഭാഗത്തിലുള്ളവരെ പരിഗണിക്കും. ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ട്രേഡിൽ ഡിഗ്രിയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ, പകർപ്പുകൾ എന്നിവ സഹിതം ഇന്റർവ്യൂവിന് ഹാജരാകണം. പാറാമ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ മുറ്റത്ത് നിൽക്കുന്ന തേക്കുമരങ്ങളുടെ വിൽപ്പനയ്ക്കായി കൊട്ടേഷൻ ക്ഷണിച്ചു. അവസാന തീയതി ജനുവരി 30. വിവരങ്ങൾക്ക് ഫോൺ 9605682160. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KFDCയുടെ ഇക്കോ ടൂറിസം പദ്ധതി 1 വർഷത്തിനുള്ളിൽ വിപുലീകരിക്കുമെന്ന് ലതിക സുഭാഷ്. പുതിയ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ വനംവകുപ്പിൽ നിന്നും ഏറ്റെടുക്കും. 1 വർഷം നീളുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ. കോട്ടയം ജില്ലയിൽ വാഹനാപകടങ്ങളിൽ 2 മരണം. പൈക പച്ചാത്തോട്ടിൽ ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. കഞ്ഞിക്കുഴിയിൽ അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. വ്യാപാരികളുടെ പ്രതിഷേധ കൺവെൻഷനിൽ വ്യാപാരികളുടെ വാക്കേറ്റം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റിനെതിരെ അഴിമതി ആരോപണവുമായി മറ്റ് വ്യാപാരികൾ. ജില്ലാതല കൗൺസിൽ വിളിക്കുകയോ റിപ്പോർട്ടും കണക്കുകളും അവതരിപ്പിക്കുകയോ ചെയ്യുന്നില്ലെന്ന് കുറ്റപ്പെടുത്തൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.